ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ഫസ്റ്റ് ടൈം എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇത് 4ാമത്തെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിനു മുമ്പ് 3 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, പുതിയ ടെക്സ്റ്റ് ബുക്കാണ്, സിലബസൊക്കെ മാറി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അടിസ്ഥാന പാഠാവലി, ഹിന്ദി, കേരള പാഠാവലി തുടങ്ങി സബ്ജക്റ്റിൻ്റെ മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറും ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ് എന്ന ചാനലിൽ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും ലഭ്യമാകും. അപ്പോൾ നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ 3 വീഡിയോസിലായിട്ട് നിങ്ങൾ ഒരുപാട് ചോദ്യോത്തരങ്ങൾ പരിചയപ്പെട്ട് കാണും. അപ്പോൾ നമുക്ക് 6 ആക്ടിവിറ്റീസാണ് ഉണ്ടാവുക. അതിൽ ആദ്യത്തെ ആക്ടിവിറ്റി കോംപ്രിഹെൻഷൻ ആയിരിക്കും. ഒരു പാസേജോ ഒരു പോയമോ തരും. അതുമായി ബന്ധപ്പെട്ട 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പം ക്വസ്റ്റ്യൻസൊക്കെ വളരെ ഈസി തന്നെ ആയിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് 5 മാർക്ക് നേടാനുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അതാരും മിസ്സാക്കരുത്. അപ്പോൾ നമുക്ക് ഈ ചോദ്യം ഒന്ന് നോക്കാം. Read the following lines from the poem and in wonder and amazement I sing, and answer the questions that follow. I have picked my ears. I have picked my ears. ഞാൻ എൻ്റെ ചെവി കൂർപ്പിച്ചിട്ടുണ്ട്. I have opened my eyes. ഞാൻ എൻ്റെ കണ്ണ് തുറന്നിട്ടുണ്ട്. I have bared my heart to the world. ഞാൻ എൻ്റെ ഹൃദയത്തെ ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടി. ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദ നോൺ, അറിയപ്പെടുന്നവരുടെ നടുവിൽ ഐ ഹാവ് സോട്ട് ദ അൺനോൺ, അജ്ഞാതമായത്, അതായത് അറിയാത്തതിനെ ഞാൻ അന്വേഷിച്ചു. ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിങ്, അത്ഭുതത്തിലും വിസ്മയത്തിലും ഞാൻ പാടുന്നു. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട 5 ചോദ്യങ്ങളുണ്ട്. നമുക്ക് നോക്കാം. പിക്ക് ഔട്ട് ആൻഡ് അലിട്രേഷൻ ഫ്രം ദ സ്റ്റാൻസ ഗിവൺ എബോവ്. ഇതിൽ നിന്ന് അലിട്രേഷൻ തിരഞ്ഞെടുക്കാനാണ്. അപ്പോൾ അലിട്രേഷനെ കുറിച്ച് ഈ പാഠം നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പാഠത്തിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അലിട്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിം ലെറ്റർ കൺസോണൻറ്റ് റിപ്പീറ്റ് ചെയ്ത് വരുന്നതിന്, ഒരേ ലൈനിൽ തന്നെ അക്ഷരങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വരുന്നതിനെയാണ് നമ്മൾ അലിട്രേഷൻ എന്ന് പറയാം. അപ്പോൾ അങ്ങനെ നോക്കുകയെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഒരു ഐ ഹാവ് ബെയർഡ് മൈ ഹാർട്ട് ടു ദ വേൾഡ്, ഇവിടെ അലിട്രേഷൻ എന്ന് പറയാൻ എച്ച് റിപ്പീറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സെൻറ്റൻസ് എഴുതാം. ഐ ഹാവ് ബെയർഡ് മൈ ഹാർട്ട് ടു ദ വേൾഡ്. ഐ ഹാവ് ബെയർഡ് മൈ ഹാർട്ട് ടു ദ വേൾഡ്. ഹിയർ എച്ച് റിപ്പീറ്റ് അല്ലേ, ഹാവ് ഹാർട്ട്, അപ്പോൾ എച്ച് റിപ്പീറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ്, പിക്ക് ഔട്ട് എ പെയർ ഓഫ് റൈമിങ് വേർഡ്സ്. റൈമിങ് വേർഡ്സ് എല്ലാവർക്കും അറിയാം എന്താണ്, ആ ലാസ്റ്റ് ഉള്ളല്ലേ, ലാസ്റ്റ് ഒരു സെൻറ്റൻസിലെ ലാസ്റ്റ് എൻഡ് ചെയ്യുന്ന ഒരേ സൗണ്ടിലാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, റൈമിങ് വേർഡ്സ് എന്ന് പറയാം. ഇവിടെ ഇയേഴ്സ്, ഐസ്, നോൺ, അൺനോൺ, ഇതൊക്കെ റൈമിങ് വേർഡ്സ് ആണ്. അപ്പോൾ ഏതെങ്കിലും ഒരു പേരാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞാൽ നോൺ, അൺനോൺ അല്ലെങ്കിൽ ഇയേഴ്സ്, ഐസ് എന്ന് ഏതെങ്കിലും ഒന്ന് എഴുതാം. വാട്ട് ഡസ് ദ സ്പീക്കർ സിംഗിങ് വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ്. എന്തുകൊണ്ടാണ് അത്ഭുതത്തോടു കൂടിയും അതേപോലെ വിസ്മയത്തിലും പാടുന്നത്? എന്തുകൊണ്ടാണ്? ദ ബ്യൂട്ടി ആൻഡ് മിസ്റ്ററി ഓഫ് ദ വേൾഡ്. ഈ ലോകത്തിൻ്റെ ബ്യൂട്ടി, സൗന്ദര്യവും രഹസ്യവും ആലോചിച്ചിട്ടാണ് ഇങ്ങനെ അത്ഭുതത്തിൽ പാടുന്നത്. എന്താണ്? ബ്യൂട്ടി ആൻഡ് മിസ്റ്ററി ഓഫ് ദി വേൾഡ്. നെക്സ്റ്റ്, ഹൂ ഈസ് ഐ റെഫേർഡ് ടു. ഇവിടെ ഐ എന്ന് പറയുന്ന ആരാണ്? പോയറ്റാണ്, രവീന്ദ്രനാഥ് ടാഗോറാണ് ഇവിടെ ഐ എന്ന് റെഫർ ചെയ്യുന്നത്. വാട്ട് ഈസ് ദ ഓപ്പോസിറ്റ് വേർഡ്? ഈസ് ഓപ്പൺഡ്. ഓപ്പൺഡ് എന്ന വേർഡിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ക്ലോസ്ഡ്. എന്താണ്? ക്ലോസ്ഡ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വളരെ ഈസിയാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. റിക്കിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ഡു യു റിമെമ്പർ റിക്കി ഇൻ ദ സ്റ്റോറി എ റോബോട്ട് വിത്ത് എ വൈറസ്? എ റോബോട്ട് വിത്ത് എ വൈറസ് എന്ന സ്റ്റോറിയിലെ റിക്കി എല്ലാവർക്കും അറിയാം അല്ലേ? റിക്കി റാൻ ടു ഹിസ് ഫാദർ ടു കംപ്ലൈൻ അബൌട്ട് ദ റോബോട്ട്, പ്രിപ്പയർ ഹിസ് കോൺവെർസേഷൻ വിത്ത് ഹിസ് ഫാദർ. അപ്പോൾ റിക്കിക്ക് ആ റോബോട്ടിന് അത്ര വലിയ ഇഷ്ടമായില്ല. അപ്പോൾ അവൻ്റെ ഫാദറോട് അതിനെ പറ്റിയിട്ട് കംപ്ലൈൻറ്റ് പറയാൻ പോയി. അപ്പോൾ അവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ എഴുതാനാണ്. ഒരു കോൺവെർസേഷൻ എഴുതുമ്പോൾ നിങ്ങൾ അറ്റ്ലീസ്റ്റ് 5 സെൻറ്റൻസെങ്കിലും എഴുതണം. അതിലും കൂടുതലാവാം, പക്ഷേ അറ്റ്ലീസ്റ്റ് 5 സെൻറ്റൻസെങ്കിലും വേണം.
ഓക്കെ, റിക്കി പറയുക ഡാഡ് ഐ ആം കൺസേൺഡ് അബൌട്ട് ദ റോബോട്ട്, ഇറ്റ് ഈസ് ബിഹേവിയർ ഹാവിൻ എറർ. എനിക്ക് ആ റോബോട്ടിനെ പറ്റിയിട്ട് അത്ര വലിയ മതിപ്പൊന്നുമില്ല. ഇറ്റ് ഈസ് ബിഹേവിയർ ഹാവി, അത് എന്തൊക്കെയോ തെറ്റായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. ഫാദർ വാട്ട് മേക്സ് യു തിങ്ക് ദാറ്റ്, നിന്നെ അങ്ങനെ ചിന്തിക്കാൻ നിന്നെ പ്രേരിപ്പിച്ച എന്താണ്? വാട്ട് മേക്സ് യു തിങ്ക് ദാറ്റ് ഇറ്റ് സീംസ് ടു ബി ഫങ്ഷനിങ് പ്രോപ്പർലി. അത് നല്ലവണ്ണം ഫങ്ഷൻ ചെയ്യുന്ന പോലാണല്ലോ തോന്നുന്നത്. വാട്ട് മേക്സ് യു തിങ്ക് ദാറ്റ് ഇറ്റ് സീംസ് ടു ബി ഫങ്ഷനിങ് പ്രോപ്പർലി. പറയ്ക്ക് പറയാം, ഇറ്റ് ഹാസ് ബീൻ റീലൊക്കേറ്റിംഗ് മൈ ബിലോങ്ങിങ്സ് ആൻഡ് ഐ ഫൗണ്ട് മൈ ബുക്ക് ഇൻ ദ കിച്ചൺ, ദറ്റ് ഈസ് നോട്ട് നോർമൽ. അപ്പോൾ അവൻ പറയുകയാണ് ഇറ്റ് ഇസ് ബീൻ റീലൊക്കേറ്റിംഗ് മൈ ബിലോങ്ങിങ്സ്, എൻ്റെ ബിലോങ്ങിങ്സ്, എൻ്റെ സാധനങ്ങളൊക്കെ അത് അവിടെ എവിടെയൊക്കെ ആയിട്ടാണ് വെക്കുന്നത്. റീലൊക്കേറ്റിംഗ് മൈ ബിലോങ്ങിങ്സ് ആൻഡ് ഐ ഫൗണ്ട് മൈ ബുക്ക് ഇൻ ദ കിച്ചൺ, എൻ്റെ ബുക്ക് ഞാൻ കിച്ചണിലാണ് കണ്ടത്. ദാറ്റ് ഈസ് നോട്ട് നോർമൽ, അതൊന്നും അത്ര ശരിയില്ല. ഫാദർ പെർഹാപ്സ് യു സിംപ്ലി മിസ്പ്ലേസ്ഡ് ഇറ്റ് സൺ, നീ ചിലപ്പോൾ അത് മാറി വെച്ചതായിരിക്കും. പെർഹാപ്സ് യു സിംപ്ലി മിസ്പ്ലേസ്ഡ് ഇറ്റ് സൺ. റിക്കി ഐ ആം സർട്ടൻ ഐ ഡിഡിൻറ്റ്, എനിക്ക് ഉറപ്പാണ് ഞാനല്ല. ആൻഡ് വാട്ട് അബൌട്ട് ദ സ്ട്രേഞ്ച് നോയ്സസ് ആൻഡ് ഫ്ലാഷിംഗ് ലൈറ്റ്സ്, പിന്നെ അതിൽ നിന്ന് വരുന്ന ഒരുമാതിരി ശബ്ദങ്ങളും അതേപോലെ ലൈറ്റും, അതിനെ പറ്റിയിട്ട് എന്താണ് പറയാനുള്ളത്? അപ്പോൾ ഫാദർ ദാറ്റ് ഈസ് ജസ്റ്റ് ദ റോബോട്ട്സ് ഡയഗ്നോസ്റ്റിക് മോഡ്, ഇറ്റ് ഈസ് റൂട്ടീൻ. അതൊക്കെ ആ റോബോട്ടിൻ്റെ ഒരു മോഡാണ്, അതൊക്കെ അതിൻ്റെ റൂട്ടീനാണ്. അപ്പോൾ റിക്കി പറയണം ബട്ട് വാട്ട് ഇഫ് എ സൈൻ ഓഫ് മോർ സീരിയസ് ഇഷ്യൂ വി ഷുഡ് ഇൻവെസ്റ്റിഗേറ്റ്. അതൊരു ഈ സീരിയസ് ഇഷ്യൂവിൻ്റെ ഒരു സൈനല്ല, ലക്ഷണങ്ങളല്ല. അപ്പോൾ നമ്മൾ അതിനെ പറ്റിയിട്ട് അന്വേഷിക്കേണ്ടേ? ഫാദർ റിക്കി വി ഹാവ് ഡിസ്കസ്ഡ് ദിസ്, ദ റോബോട്ട് ഈസ് ഫൈൻ, യു ആർ ബീയിങ് ഓവർലി കോഷ്യസ്. റിക്കി നമ്മൾ ഇതിനു മുമ്പ് ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തതാണ്. ഈ റോബോട്ട് നല്ല തന്നെയാണ്, പക്ഷെ നീ അതിനെ പറ്റിയിട്ട് ഓവറായിട്ട് ചിന്തിക്കുന്നത് കൊണ്ടാണ് നിനക്ക് അങ്ങനെ തോന്നുന്നത്. അപ്പോൾ റിക്കി ഐ ആം നോട്ട് ബീയിങ് ഓവർലി കോഷ്യസ്, ഞാൻ അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കുന്നൊന്നല്ല. ഡാഡ് ഐ നോ ദാറ്റ് ഐ ഹാവ് ഒബ്സർവ്ഡ് ആൻഡ് ഐ തിങ്ക് ദ റോബോട്ട് നീഡ്സ് അറ്റൻഷൻ. ഞാൻ ഒബ്സർവ് ചെയ്ത കാര്യങ്ങളാണ് പറഞ്ഞത്. കുറച്ചും കൂടി നമ്മൾ ഈ റോബോട്ടിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. അപ്പോൾ ഒന്നുകൂടി വായിച്ച് നോക്കാം. ഡാഡ് ഐ ആം കൺസേൺഡ് അബൌട്ട് ദ റോബോട്ട്, ഇറ്റ്സ് ബിഹേവിയർ ഹാവ് ബീൻ എറർ. What makes you think that it seems to be functioning properly? Ricky, it's been locating my belongings and I found my book in the kitchen. That is not normal. Perhaps you simply misplaced it, son. I am certain I didn't. And what about the strange noises and flashing lights? That's just the robot's diagnostic modem. It's routine, Ricky. But what if it is a sign of more serious issue? We should investigate. ഫാദർ പറയാം റിക്കി വി ഹാവ് ഡിസ്കസ്ഡ് ദിസ്, ദ റോബോട്ട് ഈസ് ഫൈൻ, യു ആർ ബീയിങ് ഓവർലി കോഷ്യസ്. റിക്കി ഐ ആം നോട്ട് ബീയിങ് ഓവർലി കോഷ്യസ്, ഡാറ്റ് ഐ നോ വാട്ട് ഐ ഹാവ് ഒബ്സർവ്ഡ് ആൻഡ് ഐ തിങ്ക് ദ റോബോട്ട് നീഡ്സ് അറ്റൻഷൻ. അപ്പോൾ നമ്മൾ 2 ആക്ടിവിറ്റീസാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്, ഒരു കോംപ്രിഹെൻഷനും ഒരു കോൺവെർസേഷനും. ഇനി നമുക്ക് മൂന്നാമത്തെ ആക്ടിവിറ്റി നോക്കാം. Ricky kept on complaining to his parents about the robot, but they didn't listen to him. അപ്പോൾ റിക്കി പാരൻസിനോട് കംപ്ലൈൻറ്റ് ചെയ്തു, പക്ഷെ അവർ ആ റോബോട്ടിനെ പറ്റി കംപ്ലൈൻറ്റ് ഒന്നും അവരത്ര സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. സോ ഹി ഡിസൈഡഡ് ടു രജിസ്റ്റർ എ കംപ്ലൈൻറ്റ് ത്രൂ ഇമെയിൽ വിത്ത് ദ റോബോട്ട് മാനുഫാക്ചറിങ് കമ്പനി ആൻഡ് ആസ്കിങ് ദം ടു റീപ്ലേസ് ദ മിസ്പ്രോഗ്രാംഡ് റോബോട്ട്. അപ്പം അവന് എന്ത് ചെയ്തു, ഒരു പരാതി രജിസ്റ്റർ ചെയ്തു ത്രൂ ഇമെയിലായിട്ട് അയച്ചു, കമ്പനിക്ക്, മാനുഫാക്ചറിങ് കമ്പനിക്ക് അയച്ചു. എന്നിട്ട് ഈ ഒരു മിസ്പ്രോഗ്രാം ചെയ്ത റോബോട്ടിനെ മാറ്റിത്തരണമെന്ന് റിക്വസ്റ്റ് ചെയ്തു. ഹെൽപ്പ് ഹിം പ്രിപ്പയർ ആൻ ഇമെയിൽ, ഒരു ഇമെയിൽ അയക്കാൻ അവനെ സഹായിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇമെയിൽ അയക്കുമ്പോൾ ഫ്രം ഒരു ഇമെയിൽ അഡ്രസ്സ് നമ്മൾ അയക്കണം, ricky@gmail.com ടു റോബോട്ട് മാനുഫാക്ചറിങ് കമ്പനി. ഓക്കെ, സബ്ജക്റ്റ് എഴുതണം ഡിഫക്റ്റീവ് റോബോട്ട് പ്ലീസ് റീപ്ലേസ്. സാർ ഐ ആം റൈറ്റിംഗ് ടു കംപ്ലൈൻ അബൌട്ട് മൈ റോബോട്ട് ഇൻസെറ്റ്. അപ്പോൾ അതിൻ്റെ മോഡൽ നമ്പറൊക്കെ എഴുതുക. ഇറ്റ് ഈസ് നോട്ട് വർക്കിംഗ് കറക്റ്റ്ലി ആൻഡ് ഐ ആം ഹാവിങ് പ്രോബ്ലംസ്. ഐ വുഡ് ലൈക്ക് ടു റീപ്ലേസ് ഇറ്റ് വിത്ത് എ ന്യൂ വൺ ദാറ്റ് വർക്ക്സ് പ്രോപ്പർലി. അപ്പോൾ നല്ലവണ്ണം വർക്ക് ചെയ്യുന്ന ഒരു റോബോട്ടിനെ റീപ്ലേസ് ചെയ്ത് തരണമെന്ന് പറയുകയാണ്. ഐ ഹാവ് അറ്റാച്ച്ഡ് എ കോപ്പി ഓഫ് ദ റെസീറ്റ് ആൻഡ് സീരിയൽ നമ്പർ. താങ്ക് യു ഫോർ യുവർ ഹെൽപ്പ്, സിൻസിയർലി റിക്കി. അപ്പോൾ ഒരു ലെറ്ററാണ്. ഇനി നമുക്ക് ഒരു ഡയറി നോക്കാം. Ricky felt ashamed of his behavior when he discovered the real reason behind the butler robot's strange activities.
അപ്പോൾ ഇതിന് ഈ റോബോട്ട് എന്താ ഇങ്ങനെയൊക്കെ കളിക്കുന്നത്, ഇങ്ങനെയൊക്കെ ആക്ടിവിറ്റി ചെയ്യുന്നതിൻ്റെ റീസൺ കണ്ടുപിടിച്ചപ്പോൾ റിക്കിക്ക് തന്നെ ഒരു ലജ്ജ തോന്നി. റിക്കി ഫെൽറ്റ് അഷെയിംഡ്. ലേറ്റർ ദാറ്റ് നൈറ്റ് ഹി റോട്ട് അബൌട്ട് ഹിസ് ഫീലിംഗ്സ് ഇൻ ഹിസ് ഡയറി. വാട്ട് മൈറ്റ് ഹാവ് ഹി റിട്ടൺ ഇൻ ഹിസ് ഡയറി? പ്രിപ്പയർ ലൈക്ലി ഡയറി. അപ്പോൾ അവനിക്ക് അന്ന് വളരെയധികം റിഗ്രറ്റ് തോന്നി. അപ്പോൾ അന്ന് രാത്രി അവന് ഡയറി എഴുതാൻ തുടങ്ങി. അപ്പോൾ അത് എന്താണെന്ന് നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞത്. ഇപ്പോൾ ഡയറി എഴുതുമ്പോൾ നമ്മൾ തീർച്ചയായും എന്തെഴുതണം? ആ ഒരു ഡേറ്റ് എഴുതണം. ഡേറ്റും അതേപോലെ തന്നെ സമയം എഴുതണം. August 29 വേണമെങ്കിൽ തേഴ്സ്ഡേ എന്ന് നമുക്ക് എഴുതാം. ദിവസത്തിൻ്റെ പേര് എഴുതാം, പിന്നെ സമയം എഴുതാം. ഐ ഫെൽറ്റ് അഷൈംഡ് ഓഫ് മൈ ബിഹേവിയർ ടുവേർഡ്സ് ദ റോബോട്ട്. റോബോട്ടിനോട് ഞാൻ പെരുമാറിയ രീതി ആലോചിച്ച് എനിക്ക് എന്നെ ലജ്ജ തോന്നുന്നു. ഐ ഫെൽറ്റ് അഷൈംഡ് ഓഫ് മൈ ബിഹേവിയർ ടുവേർഡ്സ് ദ റോബോട്ട്. ഐ വാസ് കൺവിൻസ്ഡ് ദ റോബോട്ട് വാസ് മാൽ ഫങ്ഷനിങ്. ഞാൻ റോബോട്ട് മാൽ ഫങ്ഷൻ ചെയ്യുന്നു എന്ന് ഞാൻ വരുത്തി തീർത്തു. ബട്ട് ഐ ഡിസ്കവേർഡ് ദ റോബോട്ട് വാസ് ആക്ച്വലി ട്രൈയിങ് ടു ഹെൽപ്പ് മീ. പക്ഷെ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഈ റോബോട്ട് എന്നെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. ബട്ട് I discovered the robot was actually trying to help me. It moved my things because I forgot where they were. I learned a valuable lesson today. Don't assume the worst and always try to understand before judging. അപ്പോൾ ഞാൻ ഇന്നൊരു പ്രധാനപ്പെട്ട കാര്യം പഠിച്ചു. ഓൾവേസ് ഐ ലേൺ എ വാല്യുബിൾ ലെസൺ. ഡോണ്ട് അസ്യൂം ദ വേസ്റ്റ്. ചീത്ത കാര്യങ്ങൾ ഇങ്ങനെ ഊഹിക്കരുത്. ആൻഡ് ഓൾവേസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ബിഫോർ ജഡ്ജിങ്. അപ്പോൾ ഒരാൾ ജഡ്ജ് ചെയ്യുന്നതിന് മുമ്പേ അതിനെ മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കണം എന്നൊക്കെ ഞാൻ ഇന്ന് പഠിച്ചു. ഇനി നമുക്ക് അടുത്തൊരു പ്രൊഫൈൽ നോക്കാം. പ്രൊഫൈലിൽ നമുക്ക് രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ പ്രൊഫൈലാണ് എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് കുറച്ച് ഹിൻസ് ഒക്കെ തരും. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ പ്രൊഫൈൽ എഴുതിയാൽ മതി. വളരെ ഈസിയാണ്. റീഡ് ദ ഫോളോയിങ് ഹിൻസ് ആൻഡ് പ്രിപ്പയർ എ പ്രൊഫൈൽ ഓഫ് രവീന്ദ്രനാഥ് ടാഗോർ. അപ്പോൾ ബർത്ത് 7th May 1861. പ്ലേസ് ഓഫ് ബർത്ത് ബംഗാളാണ്. നാഷണാലിറ്റി ഇന്ത്യൻ. ഒക്യുപ്പേഷൻ പോയറ്റ്, ഷോർട്ട് സ്റ്റോറി റൈറ്റർ, ഫിലോസഫർ, ടീച്ചർ ആൻഡ് കാർട്ടൂണിസ്റ്റ്. ഫൗണ്ടർ വിശ്വഭാരതി യൂണിവേഴ്സിറ്റി. നോട്ടബിൾ വർക്ക്സ് ഗീതാഞ്ജലി, ഗോര, രവീന്ദ്ര സംഗീത അവാർഡ്, നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ 1913, ഡെത്ത് 1941. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് രവീന്ദ്രനാഥ് ടാഗോറിനെ കുറിച്ച് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ കൂട്ടിച്ചേർത്ത് ഒരു നല്ലൊരു പ്രൊഫൈൽ ഉണ്ടാക്കുക. അപ്പോൾ പ്രൊഫൈൽ എഴുതുമ്പോൾ നമ്മൾ ആദ്യം ആരുടെ പ്രൊഫൈലാണോ എഴുതുന്നത് അവരുടെ പേര് നമ്മൾ എഴുതണം. ഓക്കെ. രവീന്ദ്രനാഥ് ടാഗോർ വാസ് ബോൺ അറ്റ് ബംഗാൾ ഇൻ 7th May 1861. അപ്പോൾ ഇവിടെ ബർത്തും പ്ലേസ് ഓഫ് ബർത്ത് നമ്മൾ ഒന്നിച്ചൊരു സെൻറ്റൻസിലാക്കി എഴുതി. രവീന്ദ്രനാഥ് ടാഗോർ വാസ് ബോൺ അറ്റ് ബംഗാൾ ഇൻ 7th May 1861. ഹി വാസ് ആൻ ഇന്ത്യൻ റൈറ്റർ. ഹി വാസ് എ പോയറ്റ്, ഷോർട്ട് സ്റ്റോറി റൈറ്റർ, ഫിലോസഫർ, എ ടീച്ചർ ആൻഡ് കാർട്ടൂണിസ്റ്റ്. അപ്പോൾ നമ്മൾ ഒക്യുപ്പേഷന് എഴുതിയല്ലേ. ഒക്യുപ്പേഷൻ നമ്മൾ എങ്ങനെ എഴുതി? ഹി വാസ് എ പോയറ്റ്, ഷോർട്ട് സ്റ്റോറി റൈറ്റർ, ഫിലോസഫർ, ടീച്ചർ ആൻഡ് കാർട്ടൂണിസ്റ്റ്. പിന്നെ നമ്മളോട് അടുത്ത പറഞ്ഞ ഫൗണ്ടർ വിശ്വഭാരതി യൂണിവേഴ്സിറ്റി. അപ്പോൾ ഹി വാസ് ദ ഫൗണ്ടർ ഓഫ് വിശ്വഭാരതി യൂണിവേഴ്സിറ്റി. പിന്നെ പറഞ്ഞിരിക്കുന്ന നോട്ടബിൾ വർക്ക്സ്. അപ്പോൾ നമ്മൾ എന്ത് എഴുതി? ഹിസ് നോട്ടബിൾ വർക്ക്സ് ആർ. ഇവിടെ ഹിസ് നോട്ടബിൾ വർക്ക്സ് ആർ ഗീതാഞ്ജലി, ഗോര ആൻഡ് രവീന്ദ്ര സംഗീത. പിന്നെ എന്താ പറഞ്ഞത്? അവാർഡ് കിട്ടിയല്ലേ, നൊബേൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ 1913. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഹി വാസ് ഓണേർഡ് വിത്ത് നൊബേൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ ഇൻ 1913. പിന്നെ ഹി പാസ്ഡ് ഹെവേ ഓൺ 1941. അപ്പോൾ നമ്മളൊരു പ്രൊഫൈൽ എഴുതാൻ പഠിച്ചു. ഇനി നമ്മൾ അടുത്ത് എഴുതുന്നത് റൈറ്റ് ആൻഡ് അപ്രിസിയേഷൻ ഓഫ് ദ ഗിവൺ ലൈൻസ് ഫ്രം ദ പോയം ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് സിംഗ് ബൈ രവീന്ദ്രനാഥ് ടാഗോർ. അപ്പോൾ നമ്മളോട് പോയത്തിൻ്റെ അപ്രിസിയേഷൻ എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ലൈൻ: ദ സ്കൈ ഈസ് ഫുൾ ഓഫ് സൺസ് ആൻഡ് സ്റ്റാർസ്, ദ യൂണിവേഴ്സ് ഈസ് ഫുൾ ഓഫ് ലൈഫ്, എമംഗ് ഓൾ ദിസ് ഐ ഹാവ് ഫൗണ്ട് എ പ്ലേസ് ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ തിങ്ക്. അപ്പോൾ നമുക്ക് പോയത്തിനെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നത് ആരാണ് എഴുതിയത്? നമ്മൾ മലയാളത്തിലൊക്കെ ആസ്വാദനക്കുറിപ്പ് എഴുതുന്ന പോലെ തന്നെയാണ് ഇംഗ്ലീഷിലെ അപ്രിസിയേഷൻ എന്ന് പറയുന്നത്. ദിസ് പോയം ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിംഗ് ഈസ് എ റിഫ്ലക്റ്റീവ് പോയം വേർ ദ പോയറ്റ് മാർവൽസ് അറ്റ് ദ ബ്യൂട്ടി ആൻഡ് മിസ്റ്ററി ഓഫ് ദ വേൾഡ്. ഇപ്പോൾ ലോകത്തിൻ്റെ
സൗന്ദര്യവും അതിൻ്റെ രഹസ്യങ്ങളും വളരെയധികം കവിയെ അത്ഭുതപ്പെടുത്തുന്നത് അദ്ദേഹം ഇങ്ങനെ പോർട്രേറ്റ് ചെയ്യുന്ന ഒരു പോയമാണ്. ആൻഷ്യൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐസിങ് ഈസ് എ റിഫ്ലക്റ്റീവ് പോയം വേർ ദ പോയറ്റ് മാർവൽസ് അറ്റ് ദ ബ്യൂട്ടി ആൻഡ് മിസ്റ്ററി ഓഫ് ദ വേൾഡ്. ദിസ് പോയം depicts the beauty of existence and the poet's connection to the universe. ഇപ്പോൾ ഈ കവിത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സൗന്ദര്യത്തെ ബ്യൂട്ടി ഓഫ് ദ എക്സിസ്റ്റൻസ് ആൻഡ് പോയറ്റ്സ് കണക്ട് ടു ദ യൂണിവേഴ്സ്. അപ്പോൾ ഈ യൂണിവേഴ്സുമായിട്ടുള്ള കവിയുടെ ബന്ധവുമാണ്, പോയറ്റിൻ്റെ കണക്ഷനുമാണ് ഇത് ചിത്രീകരിക്കുന്നത്. ഇറ്റ് ബിഗിൻസ് വിത്ത് ഗ്രാൻഡ് ഇമേജറി ഓഫ് ദ സ്കൈ. ഇത് തുടങ്ങുന്നത് എങ്ങനെയാണ്? ആകാശം, സൂര്യൻ, നക്ഷത്രം തുടങ്ങിയ ഇമേജിൽ നിന്നാണ് ഇത് തുടങ്ങുന്നതല്ലേ ഈ കവിത തുടങ്ങുന്നത്. ഇറ്റ് ബിഗിൻസ് വിത്ത് ഗ്രാൻഡ് ഇമേജറി ഓഫ് സ്കൈ, സൺ, സ്റ്റാർസ് ആൻഡ് ലൈഫ്, then focuses on the poet's personal experience of these wonders. Okay. അപ്പോൾ ജീവിതത്തെക്കുറിച്ചുള്ള കവിയുടെ വ്യക്തിപരമായ അനുഭവത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അതേപോലെ തന്നെ സ്കൈ, സൺ, സ്റ്റാർസ് ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള ഇമേജറിയിൽ നിന്നാണ് കവിത ആരംഭിക്കുന്നത്. ദ ലാംഗ്വേജ് ഈസ് സിമ്പിൾ ആൻഡ് ഡയറക്റ്റ്. നല്ല സിമ്പിളായ ലാംഗ്വേജാണ്. ഓക്കെ, ബട്ട് ഇറ്റ് കൺവേസ് എ സെൻസ് ഓഫ് ഓ ആൻഡ് അമേസ്മെൻറ്റ്. പക്ഷേ ഇതൊരു നല്ലൊരു വിസ്മയവും അതേപോലെ തന്നെ അമേസ്മെൻറ്റ്, ഒരു അത്ഭുതവുമുള്ള നിറഞ്ഞൊരു എക്സൈറ്റ്മെൻറ്റാണ് ഈ പോയം നൽകുന്നത്. ദ പോയം ഈസ് സിമിലർ ടു ടാഗോസ് അതർ വർക്ക്സ് ആസ് ഇറ്റ്സ് യൂസ് ഓഫ് നേച്ചർ ഇമാജറി ആൻഡ് എക്സ്പ്ലനേഷൻ ഓഫ് സ്പിരിച്വൽ തീംസ്. ഇറ്റ് ഈസ് ഓൾസോ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ദ ടൈം പീരീഡ് വിച്ച് സോ എ ഗ്രോയിങ് ഇൻട്രസ്റ്റ് ഇൻ നേച്ചർ ആൻഡ് ഹ്യൂമൻ എക്സ്പീരിയൻസ്. ഇപ്പോൾ പ്രകൃതിയിലും മനുഷ്യൻ്റെ അനുഭവത്തിലും വർദ്ധിച്ചു വരുന്ന താല്പര്യം കണ്ട ഒരു കാലഘട്ടത്തിൻ്റെ സവിശേഷത ഉള്ള ഒരു പോയം കൂടിയാണിത്. ഇനി നമുക്ക് ലാസ്റ്റ് വൺ എന്താണ്, എഡിറ്റിംഗ് നോക്കാം. സിൻസ് ദെൻ റിക്കി. ഇവിടെ റിക്കിക്ക് എന്താ പ്രശ്നം? റിക്കി ഷുഡ് ബി ക്യാപിറ്റൽ. നമ്മൾ ലെറ്റർ, ഒരു പേര് എഴുതുമ്പോൾ എന്തായിരിക്കണം? ലെറ്റർ, ഫസ്റ്റ് ലെറ്റർ ഷുഡ് ബി ക്യാപിറ്റൽ. അപ്പോൾ റിക്കി എന്തായിരിക്കണം? ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. ഡിസൈഡഡ് ടു ബിക്കെയിം. ബിക്കെയിം എന്നുള്ളത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ടു വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ബിക്കം എന്നാണ് എഴുതേണ്ടത്. ഓക്കെ, ടു വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ബിക്കം എന്നാണ് എഴുതേണ്ടത്. ഓക്കെ, ബിക്കം അല്ല, ബിക്കെയിം അല്ല, ഫസ്റ്റ് ഫോമാണ് എഴുതേണ്ടത്. ബിക്കം, ടു ബിക്കം എ മാക്സിമം എഫിഷ്യൻസി ബോയ്. എ മാക്സിമം എഫിഷ്യൻസി ബോയ്. ഇവിടെ ഹി എന്താക്കണം? ഹി ഷുഡ് ബി ക്യാപിറ്റൽ. ഒരു സെൻറ്റൻസ് തുടങ്ങുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ എഴുതണം. എ സെൻറ്റൻസ് ഓൾവേസ് ബിഗിൻ വിത്ത് ക്യാപിറ്റൽ ലെറ്റർ. പുട്ട് റിയൽ കെയർ ടു. ടു അല്ല, ഇൻ ടു ആണ്. പുട്ട് റിയൽ കെയർ ഇൻ ടു ഹൗ ഹീ treated how he treated his things. ട്രീറ്റ് എന്താവും? ട്രീറ്റഡ്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി വായിച്ചു നോക്കാം. സിൻസ് ദെൻ റിക്കി ഡിസൈഡഡ് ടു ബിക്കം മാക്സിമം എഫിഷ്യൻസി ബോയ്. ഹി ക്യാപിറ്റൽ ലെറ്റർ വേണം. പുട്ട് റിയൽ കെയർ ഇൻ ടു ഹൗ ഹി ട്രീറ്റഡ് ഹിസ് തിങ്സ്. അപ്പോൾ നമ്മൾ 6 ആക്ടിവിറ്റീസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, നമ്മൾ ഇതിനു മുമ്പ് ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക, നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. അതേപോലെ 7ാം ക്ലാസ്സിൽ നിങ്ങൾ കൂട്ടുകാരുണ്ടാവില്ല, കൂട്ടുകാർക്കൊക്കെ ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നമുക്ക് വേറൊരു വീഡിയോയുമായി പിന്നെ കാണാം. താങ്ക് യു.